Hi all, welcome to my YouTube channel. എല്ലാവർക്കും ആൻസി ടെക് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മുടെ കേരള PSCയുടെ ഇലക്ട്രീഷ്യൻ എക്സാം നവംബർ 25th ആണ്. സോ അതിൻ്റെ ബേസിൽ ഒരു ക്വസ്റ്റ്യൻ ബാങ്ക് സീരീസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സീരീസ് 12 വരെ കാണാത്തവർ കാണാൻ വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ്. ഓരോ ക്വസ്റ്റ്യൻസും നമ്മൾ ഓരോ ദിവസം ഇടുന്ന ഓരോ ക്വസ്റ്റ്യൻസും നിങ്ങൾ കറക്റ്റായിട്ട് പഠിച്ചു പോവുക. ഓക്കെ, അതുപോലെ തന്നെ നമ്മൾ 70 ഡേയ്സ് സ്റ്റഡി പ്ലാൻ അനുസരിച്ച് നമുക്ക് ഈ വരുന്ന സൺഡേ നമ്മുടെ അൺഅക്കാഡമിയിൽ മൊഡ്യൂൾ 4ൻ്റെ എക്സാം ആണ്. അതിനും എല്ലാവരും അറ്റൻഡ് ചെയ്യാം. ഓക്കെ, അല്ലാതെ തന്നെ നമ്മുടെ അൺഅക്കാഡമിയിൽ ഡിഫറെൻറ്റ് എല്ലാ ദിവസവും ഡിഫറെൻറ്റ് ക്ലാസ്സസ് വെക്കുന്നുണ്ട്. നമ്മുടെ ഇലക്ട്രീഷ്യൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇന്ന് 10:30 ഒരു ക്ലാസ് ഉണ്ട്, 3 മണിക്കും ക്ലാസ് ഉണ്ട്. ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇടാം, എല്ലാവരും കറക്റ്റ് ജോയിൻ ആവുക. ഓക്കെ, അതുപോലെ തന്നെ നമ്മുടെ അൺഅക്കാഡമിയിലെ നോൺ ടെക്നിക്കൽ ആയിട്ടുള്ള ബാച്ച് കോഴ്സ് ഡീറ്റെയിൽസ് നോക്കാം. 75 ഡേയുടെ ബാച്ച് കോഴ്സ് ഫോർ റിസർച്ച് ഓഫീസർ എക്സാം 13th സെപ്റ്റംബറിൽ സ്റ്റാർട്ട് ചെയ്ത ബാച്ചാണ് പ്രയാണം. അതുപോലെ തന്നെ 15th സെപ്റ്റംബറിൽ സ്റ്റാർട്ട് ചെയ്ത 60 ഡേയുടെ ബാച്ച് കോഴ്സ് ഫോർ LDC മെയിൻ 10th ലെവൽ. ഓക്കെ, അതുപോലെ 200 ഡേയുടെ ഫൗണ്ടേഷൻ ബാച്ച് ഫോർ ഓൾ കേരള PSC എക്സാം. ഓക്കെ, 16th സെപ്റ്റംബറിൽ സ്റ്റാർട്ട് ചെയ്ത ബാച്ചാണ് ആരംഭം. ടോപ്പ് എഡ്യൂക്കേറ്റേഴ്സ് ആണ് ക്ലാസ് എടുക്കുന്നത്. അതുപോലെ തന്നെ ദിശയുടെ ബാച്ചസും 2nd സെപ്റ്റംബർ 12th ഓഗസ്റ്റിൽ സ്റ്റാർട്ട് ചെയ്ത ഡിഫറെൻറ്റ് ബാച്ചസും റണ്ണിങ് ആണ്. അപ്പം ഓൾ കേരള അൾട്ടിമേറ്റ് മോക്ക് ടെസ്റ്റ് സീരീസ് ഉണ്ട്. LDC എക്സാം പ്രിപ്പയർ ചെയ്യുന്നവർക്ക് 2 മണിക്കാണ്. 19th 26th സെപ്റ്റംബറിലാണുള്ളത്. ഓക്കെ, അതുപോലെ തന്നെ ഓൾ ഫ്രൈഡേ കറണ്ട് അഫെയർസും ടെസ്റ്റ് ഉണ്ട് 10 മണിക്ക്, രാത്രി 10 മണിക്കാണ്. പ്ലസിലാണെങ്കിൽ കംപ്ലീറ്റ് സിലബസ്, അൺലിമിറ്റഡ് പ്രാക്ടീസ് ടെസ്റ്റ്, അൺലിമിറ്റഡ് PDF നോട്ട്സ്, റെഗുലർ ഡൗട്ട് ക്ലിയറിംഗ് ബൈ ടോപ്പ് എഡ്യൂക്കേറ്റേഴ്സും ആയിരിക്കും പ്ലസ് കോഴ്സ് എടുക്കുകയാണെങ്കിൽ. ഓക്കെ, മൈ റെഫറൽ കോഡ് സിനു ആൻസി യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ എക്സിസ്റ്റിംഗ് പ്രൈസിൽ നിന്നും 10% ഓഫും ലഭിക്കുന്നതാണ്. അപ്പോൾ ഏത് ബാച്ച് കോഴ്സിലാണ് നിങ്ങൾക്ക് ജോയിൻ ആവാനുള്ളത്, അതിൽ നിങ്ങൾക്ക് ഏത് മന്ത്ലി ഫീസും ഏത് മന്ത്ലി പ്ലാനും എടുക്കാം. അതിൽ നിന്ന് നമുക്ക് മൈ റെഫറൽ കോഡ് സിനു ആൻസി യൂസ് ചെയ്യുന്ന വഴി 10% ഓഫും ലഭിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനെ അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. അതുപോലെ തന്നെ നമ്മുടെ എന്തെങ്കിലും ഡൗട്ട് റിലേറ്റഡ് ആണെങ്കിൽ നിങ്ങൾക്ക് വാട്സാപ്പിൽ ഞാൻ നമ്പർ തന്നിട്ടുണ്ട്, അതിൽ മെസ്സേജ് ചെയ്യാം. ഓക്കെ, അപ്പോൾ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനോടൊക്കെ ഇതൊന്ന് ഷെയർ ചെയ്യൂ. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇന്നത്തെ ക്വസ്റ്റ്യൻസ് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എ ലാമ്പ് ഹാസ് എ ടോട്ടൽ ലൂമിനസ് ഫ്ലക്സ് ഓഫ് 1570 ലൂമൻസ്. ഇറ്റ് മീൻസ് സ്പെറിക്കൽ ക്യാൻഡിൽ പവർ MSCP ആണ് കണ്ടുപിടിക്കാനുള്ളത്. ഇത് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി, എത്ര ലൂമൻ ഉണ്ടോ 1570 ലൂമൻ ഡിവൈഡ് ബൈ 4π ചെയ്താൽ മതി. അപ്പോൾ എത്ര കിട്ടും ആൻസർ ചെയ്ത് നോക്കാം. ദിസ് ഓപ്ഷൻ D 125 കിട്ടും. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഗ്ലെയർ ഈസ് കോസ്ഡ് ഡ്യൂ ടു. ഗ്ലെയർ ഉണ്ടാകുന്ന എന്ത് കാരണമാണ്? എക്സസീവ് ലൂമിനൻസ് ആണോ, എക്സസീവ് ലൈറ്റിംഗ് കോൺട്രാസ്റ്റ് ഇൻ ദ ഫീൽഡ് ഓഫ് വിഷൻ ആണോ, ഐദർ A or B, നൺ ഓഫ് ദി എബോവ്. ഗ്ലെയർ കോസ് ചെയ്യാൻ കാരണം എന്താണ്? ഐദർ A or B. എക്സസീവ് ലൂമിനസ് കാരണം ഉണ്ടാവാം, എക്സസീവ് ലൈറ്റിംഗ് കോൺട്രാസ്റ്റ് ഇൻ ദ ഫീൽഡ് ഓഫ് വിഷനും ഉണ്ടാവാം. അടുത്ത മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് കളർ ഹാസ് വേവ് ലെങ്ത് ബിറ്റ്വീൻ ബ്ലൂ ആൻഡ് യെല്ലോ. ബ്ലൂ ആൻഡ് യെല്ലോ, വയലറ്റ്, ഓറഞ്ച്, റെഡ്, ഗ്രീൻ ആണ്, ഗ്രീന്. നാലാമത്തെ ക്വസ്റ്റ്യൻ, ദ അഡ്വാൻറ്റേജ് ഓഫ് ഹൈഡ്രോ പ്ലാന്റ്സ്. വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഹൈഡ്രോ നിന്ന് എപ്പോഴും ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്, അപ്പോൾ നിങ്ങൾ കറക്റ്റ് അത് പഠിച്ചു വയ്ക്കാം. ലോ ഓപ്പറേറ്റിംഗ് കോസ്റ്റ് ആണ്. ദേ ക്യാൻ ബി സ്റ്റാർട്ടഡ് ആൻഡ് ലോഡഡ് വെരി ക്വിക്കലി. ദേ ക്യാൻ ബി യൂസ്ഡ് എസ് ബേസ് ലോഡ് ആൻഡ് പീക്ക് ലോഡ്. ഓക്കെ, ഓൾ ഓഫ് ദി എബോവ് ആണ് നമ്മുടെ ഹൈഡ്രോ പ്ലാന്റ്സിൻ്റെ അഡ്വാൻറ്റേജ്, എല്ലാം വരുന്നുണ്ട്. ഇനി ഹൈഡ്രോ ഇലക്ട്രിക് പ്ലാന്റ്, ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റിൽ എന്തായിരിക്കും? ഓപ്ഷൻ എ, ഓപ്പറേറ്റിംഗ് കോസ്റ്റ് ലോ ആണോ, ഇനീഷ്യൽ കോസ്റ്റ് ഹൈ ആണോ, ഓപ്പറേറ്റിംഗ് കോസ്റ്റ് ഹൈ ആണോ, ഇനീഷ്യൽ കോസ്റ്റ് ലോ ആണോ, ബോത്ത് ഓപ്പറേറ്റിംഗ് കോസ്റ്റും ഇനീഷ്യൽ കോസ്റ്റും ഹൈയും ലോയും ആണോ? ഇതാണ് ദിസ് ഓപ്ഷൻ എ ആണ് വരുന്നത്. ഓപ്പറേറ്റിംഗ് കോസ്റ്റ്, ഓപ്പറേറ്റ് ചെയ്യുന്ന കോസ്റ്റ് കുറവും ഇനീഷ്യൽ കോസ്റ്റ് ഹൈയും ആയിരിക്കും ഹൈഡ്രോയിൽ. സർജ് ടാങ്കിൻ്റെ ഫംഗ്ഷൻ എന്താണ്? സപ്ലൈ വാട്ടർ അറ്റ് കോൺസ്റ്റൻറ്റ് പ്രഷർ ആണോ, റിലീവ് വാട്ടർ ഹാമർ പ്രഷർ ഇൻ ദ പെൻസ്റ്റോക്ക് പൈപ്പ് ആണോ, പ്രൊഡ്യൂസ് സർജ് ഇൻ ദ പൈപ്പ് ലൈൻ ആണോ, നൺ ഓഫ് ദി എബോവ്. സർജ് ടാങ്കിൻ്റെ ഫംഗ്ഷൻ ടു റിലീവ് വാട്ടർ ഹാമർ പ്രഷർ ഇൻ ദ പെൻസ്റ്റോക്ക് പൈപ്പ്. പ്രഷർ, വാട്ടർ ഹാമർ പ്രഷർ റിലീവ് ചെയ്യുക ഇൻ ദ പെൻസ്റ്റോക്ക് പൈപ്പ്, അതാണ് സർജ് ടാങ്കിൻ്റെ ഫംഗ്ഷൻ. അടുത്ത ഏഴാമത്തെ ക്വസ്റ്റ്യൻ, ദ പർപ്പസ് ഓഫ് ലാമിനേഷൻ ബിറ്റ്വീൻ കോർ ഈസ് യൂസ് ഇൻ ആർമേച്ചർ ഈസ് ടു. ലാമിനേഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം എന്ത് റെഡ്യൂസ് ചെയ്യാനായിരിക്കും? എഡി കറണ്ട് ലോസ്. അടുത്ത എട്ടാമത്തെ ക്വസ്റ്റ്യൻ, ദ പർപ്പസ് ഓഫ് ദി ഫ്ലെക്സിബിൾ കോപ്പർ പിക്ടെയിൽ മൗണ്ടഡ് ഓൺ ദി ബ്രഷ് ഓഫ് ദി DC ജനറേറ്റർ. DC ജനറേറ്ററിൻ്റെ ബ്രഷിൽ ഒരു ഫ്ലെക്സിബിൾ ആയിട്ടുള്ള കോപ്പർ പിക്ടെയിൽ മൗണ്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് എന്തിനു വേണ്ടിയായിരിക്കും? ടു കളക്ട് കറണ്ട് ഫ്രം ദി കമ്മ്യൂട്ടേറ്റർ ആണോ, ടു ഫെസിലിറ്റേറ്റ് കളക്ഷൻ ഓഫ് കറണ്ട് ഫ്രം ദി ആർമേച്ചർ കണ്ടക്ടർ ആണോ, ടു കൺവേ ദ കറണ്ട് ഫ്രം ദി ബ്രഷസ് ടു ദ ഹോൾഡർ ആണോ, ടു പ്രിവെൻറ്റ് ദി ബ്രഷ് ഫ്രം ഫ്ലൈയിങ് ഔട്ട് അണ്ടർ ദി സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ആണോ? എന്തായിരിക്കും ഇതിൻ്റെ ഫംഗ്ഷൻ വന്നിട്ട്? ഓപ്ഷൻ സി ആണ്, ടു കൺവേ ദ കറണ്ട് ഫ്രം ദി ബ്രഷസ് ടു ദ ഹോൾഡർ. കറണ്ട് കൺവേ ചെയ്യാനാണ് ഫ്ലെക്സിബിൾ കോപ്പർ പിക്ടെയിൽ മൗണ്ട് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അടുത്ത ഒൻപതാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് അമംഗ് ദി ഫോളോയിങ് ഈസ് ദ ഫംഗ്ഷൻ ഓഫ് ദി ഇൻ്റർപോൾസ് ഇൻ DC ജനറേറ്റർ. DC ജനറേറ്ററിനകത്ത് ഇൻ്റർപോൾസിൻ്റെ ഫംഗ്ഷൻ എന്താണ്? ന്യൂട്രലൈസേഷൻ ഓഫ് സ്റ്റാറ്റിക്കലി ഇൻഡ്യൂസ്ഡ് വോൾട്ടേജ്, സ്പാർക്ക്ലെസ് കമ്മ്യൂട്ടേഷൻ, ടു ചേഞ്ച് റഫ് ടു സ്മൂത്ത് കമ്മ്യൂട്ടേഷൻ, ഓൾ ഓഫ് ദി എബോവ് എല്ലാം വരുന്നുണ്ട്.
അടുത്ത 10ാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ എഫർട്ട് ഓഫ് ഔട്ട്പുട്ട് പവർ വിത്ത് റെസ്പെക്ട് ടു ടെമ്പറേച്ചർ ഇൻ സോളാർ സെൽസ്? സോളാർ സെൽസിൽ ഔട്ട്പുട്ട് പവറും ടെമ്പറേച്ചറിൻ്റെ എഫർട്ടാണ് ചുറ്റിട്ടുള്ളത്. ഓപ്ഷൻ എ, നോ എഫർട്ട് ഇൻ ചേഞ്ച് ഓൺ ടെമ്പറേച്ചർ ആണോ, ഇൻക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ ആണോ, ഡിക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ ആണോ, ഡിക്രീസസ് വിത്ത് ഡിക്രീസ് ഇൻ ടെമ്പറേച്ചർ ആണ് വരുന്നത്. ഓക്കെ, എന്താണ് ഡിക്രീസസ് വിത്ത് ഔട്ട്പുട്ട് പവർ ഡിക്രീസസ് വിത്ത് ഡിക്രീസ് ഇൻ ടെമ്പറേച്ചർ ആണ് ഇൻ കേസ് ഓഫ് സോളാർ സെല്ല. അടുത്ത 11ാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ഫോർമുല ഫോർ ഫാരഡേസ് ഫസ്റ്റ് ലോ ഓഫ് ഇലക്ട്രോളിസിസ്? M = Z/IT ആണോ, M = Z × IT ആണോ, IT/Z ആണോ, ZIT/I ആണോ? ഏതാണ് ഫാരഡേസ് ഫസ്റ്റ് ലോ ഓഫ് ഇലക്ട്രോളിസിസ്? ഓക്കെ, അതൊക്കെ നോക്കുക. ഇറ്റ് ഈസ് ഓപ്ഷൻ ബി ആണ്, M = ZIT. ഓക്കെ, എന്താണ് ഫാരഡേസ് ഫസ്റ്റ് ലോ? നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ, എന്തുമാത്രം സബ്സ്റ്റൻസ് നമ്മൾ ഡിപ്പോസിറ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ ലിബറേറ്റ് ചെയ്യുന്നു ഒരു ഇലക്ട്രോൺ, അതെന്ന് പറയുന്നത് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു ദ ഇലക്ട്രിസിറ്റി, ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി ആ ഒരു ഇലക്ട്രോലൈറ്റ് സൊല്യൂഷനിൽ കൂടെ പാസ് ചെയ്ത് പോകുന്ന ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിസിറ്റിക്ക് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ആയിരിക്കും അല്ലേ. ഇപ്പോൾ ഒരു m ഗ്രാം ഓഫ് സബ്സ്റ്റൻസ് ആണ് നമ്മളൊരു ഡിസ്ചാർജ് ചെയ്യുന്നുണ്ട്, ഒരു Q കൂളുംബ് ഓഫ് ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുകയാണെങ്കിൽ അങ്ങനെ നമുക്ക് എങ്ങനെ എഴുതാം? m പ്രപ്പോർഷണൽ ടു Q എന്ന് കൊടുക്കാം അല്ലേ. m പ്രപ്പോർഷണൽ ടു Q എന്ന് കൊടുക്കുക, അല്ലെങ്കിൽ Q നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്, m പ്രപ്പോർഷണൽ ടു Qന് നമ്മൾ IT എന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു പ്രപ്പോർഷണലിൻ്റെ സൈൻ മാറ്റി M = ZIT എന്ന് കിട്ടും. ഓക്കെ, അങ്ങനെയാണ് നമ്മുടെ ആൻസർ ക്വസ്റ്റ്യൻ, നമ്മുടെ ഓപ്ഷൻ ബി വരുന്നത്. ഓക്കെ, അടുത്ത 12ാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ഔട്ട്കം ഓഫ് ദി അറ്റ് ദ പോസിറ്റീവ് പ്ലേറ്റ് ആഫ്റ്റർ ദി കെമിക്കൽ റിയാക്ഷൻ ഇൻ ലെഡ് ആസിഡ് ബാറ്ററി ഡ്യൂറിങ് ചാർജിങ്? എന്തായിരിക്കും പോസിറ്റീവ് പ്ലേറ്റിൽ കിട്ടുന്നത്? ആഫ്റ്റർ ദി കെമിക്കൽ റിയാക്ഷൻ ഇൻ ലെഡ് ആസിഡ് ബാറ്ററി ഡ്യൂറിങ് ചാർജിങ് ആണ്. അപ്പോൾ ഏതായിരിക്കും? ഇറ്റ് ഈസ് ലെഡ് പെറോക്സൈഡ് ആണ്. ചാർജിങ് ആണെങ്കിൽ ലെഡ് പെറോക്സൈഡ്, ഡിസ്ചാർജിങ് ആണെങ്കിൽ ലെഡ് സൾഫേറ്റ്. അതും കൂടെ ഒന്ന് പഠിച്ചു വയ്ക്കാം. 13ാമത്തെ ക്വസ്റ്റ്യൻ, സൈസ് ഓഫ് ദി വയേഴ്സ് ക്യാൻ ബി മെഷേർഡ് നോർമലി ബൈ സ്റ്റാൻഡേർഡ് വയർ ഗേജ് ഉപയോഗിച്ചാണ്. അങ്ങനെയാണെങ്കിൽ വിച്ച് ഇൻസ്ട്രുമെൻറ്റ് മസ്റ്റ് ബി യൂസ് ഫോർ ദി അക്യുറേറ്റ് മെഷർമെൻറ്റ് ഓഫ് വയർ സൈസ്? അതും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. അക്യുറേറ്റ് മെഷർമെൻറ്റ് ഓഫ് വയർ സൈസ് കണ്ടുപിടിക്കാൻ വേണ്ടി ഏത് ഇൻസ്ട്രുമെൻ്റ് ആണ്? ഇറ്റ് ഈസ് ഓപ്ഷൻ ഡി, മൈക്രോമീറ്റർ. ഓക്കെ, അടുത്ത 14ാമത്തെ ക്വസ്റ്റ്യൻ, വി ഫൈൻഡ് ഫോർ എ റിക്വയർഡ് കറണ്ട് ക്യാരിങ് കപ്പാസിറ്റി അലുമിനിയം കണ്ടക്ടറാണ് ഈസ് ലാർജർ ഇൻ ക്രോസ് സെക്ഷൻ ഏരിയ ദാൻ കോപ്പർ. എന്തുകൊണ്ടായിരിക്കും? റീസൺ, വാട്ട് ഈസ് ദ റീസൺ ബിഹൈൻഡ് ദാറ്റ്? കാരണം നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ, അലുമിനിയത്തിൻ്റെ റെസിസ്റ്റിവിറ്റി ഈസ് ഗ്രേറ്റർ ദാൻ കോപ്പർ ആണ്. ഓക്കെ, അടുത്ത 15ാമത്തെ ക്വസ്റ്റ്യൻ, ദ മെറ്റീരിയൽ ദാറ്റ് ഹാസ് ഓൺലി ഫ്യൂ ഇലക്ട്രോൺസ് ആൻഡ് ഈസ് ഇൻകേപ്പബിൾ ഓഫ് ഫ്ലോയിങ് കറണ്ട്. ഏത് മെറ്റീരിയൽ ആയിരിക്കും? പ്രോസ്ലിൻ ആണോ, സിൽവർ ആണോ, ഗോൾഡ് ആണോ, കോപ്പർ ആണോ? ഇറ്റ് ഈസ് ഓപ്ഷൻ എ, പ്രോസ്ലിൻ. ഓക്കെ, അടുത്ത 16ാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് റൂൾ ഈസ് അപ്ലൈഡ് ടു ഐഡൻറ്റിഫൈ ദ ഡയറക്ഷൻ ഓഫ് മോഷൻ ഓഫ് ദി കണ്ടക്ടർ ഇൻ DC മോട്ടർ? DC മോട്ടറിലാണ്. അപ്പോൾ ഏതായിരിക്കും? ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂള്. അടുത്ത ഡയറക്ഷൻ ഓഫ് റൊട്ടേഷൻ ഓഫ് എ DC മോട്ടർ ഈസ് ഡിറ്റർമിൻഡ് ബൈ ഏത് റൂളായിരിക്കും? അത് നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂള്. ഓക്കെ, അടുത്ത വിച്ച് റൂൾ ഈസ് അപ്ലൈഡ് ടു ഐഡൻറ്റിഫൈ ദ ഡയറക്ഷൻ ഓഫ് മോഷൻ ഓഫ് ദി കണ്ടക്ടർ ഇൻ DC മോട്ടർ? ഡയറക്ഷൻ ഓഫ് മോഷൻ ഓഫ് ദി കണ്ടക്ടർ ഇൻ DC മോട്ടർ അത് ഏത് റൂളായിരിക്കും? ഓക്കെ, അത് നോക്കുക, ഇറ്റ് ഇസ് ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂള്. അപ്പോൾ ഇത് കറക്റ്റായിട്ട് നോക്കി പഠിക്കുക. അടുത്ത 19ാമത്തെ ക്വസ്റ്റ്യൻ, 2 types of multimeter are used. Analog type ഉണ്ട്, digital type ഉണ്ട്. Choose the correct statement applicable for both the types. ഓക്കെ, നമ്മൾ 2 ടൈപ്സ് ഓഫ് മൾട്ടിമീറ്റർ ഉണ്ട്, അനലോഗും ഡിജിറ്റലും. അപ്പോൾ രണ്ടുപേർക്കും ആപ്റ്റ് ആവുന്ന സ്റ്റേറ്റ്മെൻറ്റ് ഇതാണ് വെച്ചിട്ടുള്ളത്. ഏതായിരിക്കും? നീഡ്സ് ബാറ്ററി ഫോർ റെസിസ്റ്റൻസ് മെഷർമെൻറ്റ്സ്. രണ്ടുപേർക്കും നീഡ്സ് ബാറ്ററി ഉണ്ട്, ബാറ്ററി വേണം ഫോർ റെസിസ്റ്റൻസ് മെഷർമെൻറ്റ്. ഇതാണ് കുറച്ച് ആപ്റ്റായിട്ടുള്ള കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്. അത് ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ടൈപ്പ് ഓഫ് സ്കെയിൽ ഈസ് യൂസ്ഡ് പ്രൈമർലി ഇൻ മൂവിംഗ് കോയിൽ മെഷറിംഗ് ഡിവൈസ്? ഏത് സ്കെയിലായിരിക്കും? ഇറ്റ് ഇസ് ലീനിയർ സ്കെയിലാണ്. മൂവിംഗ് കോയിൽ മെഷറിംഗ് ഡിവൈസിൽ യൂസ് ചെയ്യുന്ന ലീനിയർ സ്കെയിലാണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ 20 PYQ ക്വസ്റ്റ്യൻസ്. വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് പഠിക്കാം. ഓക്കെ, അതുപോലെ തന്നെ നമ്മുടെ 70 ഡേ സ്റ്റഡി പ്ലാൻ ഗ്രൂപ്പിൽ ജോയിൻ ആവുന്നവർക്ക് നമ്മുടെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മുടെ എക്സാം മറക്കാതിരിക്കുക. നാളെ നമുക്ക് മൊഡ്യൂൾ 4ൻ്റെ എക്സാമാണ്. അതുപോലെ ഇന്ന് നമുക്ക് 10:30 ഒരു ക്ലാസ് ഉണ്ട്. അതുപോലെ 3 മണിക്ക് അൺ അക്കാഡമിയിൽ ലൈവ് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനും ഉണ്ട്. ഓക്കെ, അപ്പോൾ ലിങ്ക് എല്ലാം ഡിസ്ക്രിപ്ഷനിൽ ഇടാം. ഓക്കെ, താങ്ക് യു.